ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണാൽ അവന് പ്രാഥമിക പരിശോധന നടത്തുവാനോ അവനെ ചികിത്സ കൊടുക്കുവാനോ പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിലേക്ക് കയറ്റിയ ആ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആ ബസ്സിൽ തന്നെ കിടക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ ആവശ്യപ്പെട്ടു പോലീസിനോട് ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. പോലീസിനോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഓട്ടോ വിളിക്കാനാണ് പോകുന്നത്. 4 ചുറ്റും പോലീസിന്റെ വണ്ടികൾ കിടക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരു ചെറുപ്പക്കാരനെ പോലീസ് അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതിനവർ തയ്യാറായില്ല. നമ്മൾ നേരിട്ട് ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് പോലീസ് വാഹനവുമായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ പ്രവർത്തകരെ, നമ്മുടെ സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സമാധാനപരമായി ഈ റോഡിൽ കുത്തിയിരിക്കും. നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ചെറുപ്പക്കാരെ, നമ്മുടെ സഹപ്രവർത്തകരെ തിരിച്ചയക്കുന്നത് വരെ നമ്മൾ ഈ സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരിക്കും. ഞാൻ പറയാം, ഇവിടെ കേൾക്ക്. നമ്മൾ ഒരു കാരണവശാലും ഒരു പ്രതിഷേധത്തിനും പോകരുത്, ഒരു അക്രമത്തിനും പോകരുത്. നമ്മൾ സമാധാനപരമായി ഇവിടെ ഇരിക്കും. അവർക്ക് എന്താണോ നടപടിക്രമം അവർ പൂർത്തിയാക്കട്ടെ. അവരെ വിട്ടയച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകും. സമാധാനപരമായിരിക്കാൻ മുദ്രാവാക്യം വിളിക്കും. നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻവശത്ത് കുത്തിയിരിപ്പ് സമരം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തകരെ പൂർണ്ണമായും വിട്ടയക്കുന്നതുവരെ സമാധാനപരമായി കുത്തിയിരിപ്പ് സമരം എന്നുള്ള നിലപാട് ജ്യോതികുമാർ ചാമക്കാല സ്വീകരിക്കുന്നത്. ഇതിനോടകം തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് കനത്ത പോലീസ് സന്നാഹം ഇതിനോടകം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഡിവൈഎസ്പിയുമായൊക്കെ സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രവർത്തകരെ വിട്ടയക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അല്പം മുൻപാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും ആ സംഭവത്തെ തുടർന്ന് പിന്നീട് നിലമ്പൂർ നഗരമധ്യത്തിൽ UDYF-ന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്ന സമരത്തിലേക്ക് ആ കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം രൂപപ്പെട്ടത്. അതിന് പിന്നാലെ നിരവധിയായ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിനകത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. അതാണ് ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനൊടുവിലാണ്, ഏറ്റവും ഒടുവിലാണ് UDYF-ന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലേക്ക് മാർച്ച് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. ആ മാർച്ചിന്റെ അടിസ്ഥാനത്തിൽ, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മാർച്ച് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുൻവശത്തേക്ക് എത്തുകയും ഒരു കുത്തിയിരിപ്പ് സമരത്തിലേക്ക് അതിന്റെ സ്വഭാവം മാറ്റുകയും ഒക്കെ ചെയ്യുന്നു. പോലീസ് ഇടപെട്ട് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ അവിടെ നിന്ന് വിട്ടയക്കാത്ത പക്ഷം പൂർണ്ണമായ സമരത്തിലേക്ക്, കൃത്യമായ പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള നിലപാട് നേതാക്കൾ സ്വീകരിക്കുന്നു. എന്തായാലും നിലവിൽ പോലീസ് വളരെ സംയമനത്തോടുകൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഒരു തരത്തിലും പ്രകോപനം ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ സ്വീകരിക്കുന്നു. അവരെ വിട്ടയക്കുമെന്നുള്ള തീരുമാനങ്ങൾ പോലീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ചില പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവരെ വിട്ടയക്കാന്ന് പറഞ്ഞു, അവരെ വിട്ടയക്കാം, നിരുപാധികം വിട്ടയക്കാവുന്ന പോലീസ് തീരുമാനമായി. നിരുപാധികം ഞങ്ങളുടെ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കില്ല. അവരെ ഇവിടുന്ന് അല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലായിരിക്കും. നാളെ മുതൽ ഞങ്ങളുടെ സമരം തുടരുക. സമരം തുടരുമെന്നുള്ള നിലപാട് UDYF നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുന്നു. അതേസമയം തന്നെ DYSP ഇതിനോടകം തന്നെ ഒരു ഉറപ്പ് നൽകി എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. അതായത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവർത്തകരെ പൂർണ്ണമായും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത വാഹനത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്ന പ്രവർത്തകരെ പൂർണ്ണമായും വിട്ടയക്കാമെന്നുള്ള ഉറപ്പ് നൽകി എന്നുള്ളതാണ് ഒരു ഉറപ്പ്. നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഈ വാഹനത്തിനകത്ത് നിരവധിയായ UDYF പ്രവർത്തകർ തന്നെ അതിനകത്ത് വളരെ അഗ്രസീവായി തന്നെ ബിഹേവ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരമൊരു സമരം നടക്കുന്ന ഘട്ടത്തിൽ അവരെ വിട്ടയക്കുക എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അതിൻ്റെ ഒരു സ്വഭാവം, ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം ആ നിലയ്ക്ക് ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസും കോൺഗ്രസ് നേതാക്കളുമൊക്കെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് വാഹനത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടി ഇവിടേക്ക് എത്തുകയാണ്. ഈ ഒരു സമരത്തിന്റെ മേഖലയിലേക്ക്
വിട്ടയക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻവശത്തേക്ക് ഒരു മാർച്ച് എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയും ആ മാർച്ചിന് പിന്നാലെ തന്നെ പോലീസ് അവരെ വിട്ടയക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ഉയരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാക്കുന്നതും ഒരു 15 വയസ്സുകാരന് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് പിന്നീട് നിലമ്പൂർ നഗരമധ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് UDYF പ്രവർത്തകർ പോകുന്ന സാഹചര്യം രൂപപ്പെട്ടത്. അതിന് പിന്നാലെ ഏറെ നേരം സംസ്ഥാന പാത ഉപരോധിച്ചതിന് ശേഷമാണ് പോലീസ് ഈ UDYF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ പോലീസിന്റെ ആ ശ്രമങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുകയായിരുന്നു UDYF പ്രവർത്തകർ എന്നുള്ളതാണ്. ആ നിലയ്ക്ക് പോലീസ് ബസ് പൂർണ്ണമായും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ബസ്സിന്റെ മുൻവശത്ത് UDYF പ്രവർത്തകരൊക്കെ തമ്പടിക്കുകയും ചെയ്തതോടുകൂടി പോലീസ് അനുനയ നീക്കങ്ങൾ പല വിധത്തിൽ നേതാക്കളുമായി നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് എന്നുള്ള നിലപാട് UDYF പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തു. ആ മാർച്ച് സ്റ്റേഷന് മുന്നിലെത്തുകയും അതിന് പിന്നാലെ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പ്രവർത്തകരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് ഏറ്റവും ഒടുവിലാണ് ഈ പ്രവർത്തകരെ വിട്ടയക്കാമെന്നുള്ള നിലപാട് പൂർണ്ണമായും പോലീസ് സ്വീകരിച്ചത്. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ബസ്സിനകത്തുള്ള മുഴുവൻ UDYF പ്രവർത്തകരെയും അവിടെ നിന്ന് പുറത്തേക്ക് അയക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആ ബസ്സിനകത്ത് നിന്ന് പ്രവർത്തകർ ഒന്നടങ്കം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു.